എന്ന് പറയുമ്പോൾ സാറിന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരു കാലഘട്ടം അതെന്താണ്? എൻ്റെ കുട്ടിക്കാലത്ത് ഓണങ്ങൾ. കാരണം ദാരിദ്ര്യമുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് മനുഷ്യത്വം എന്നുള്ളത് കണ്ടിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ ഈ ജാതി വ്യവസ്ഥകളെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം മാറിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ജാതി വ്യവസ്ഥയൊന്നുമില്ല, എല്ലാവരും ഈക്വലാണ്. ഇന്ന് നിങ്ങൾക്ക് ദാരിദ്ര്യമില്ല, ഓണത്തിന്റെ ആവശ്യമില്ല, എല്ലാ ദിവസവും ഓണം പോലെയാണ്. അതെ, എന്നും ഓണമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓണത്തിനെ കുറിച്ചിട്ട് ഓർക്കാനേ പറ്റും. എന്നുള്ളതെല്ലാം ആർട്ടിഫിഷ്യലാണ്. അതായത് സാറിനെ പോലുള്ളവർക്ക് ഓർക്കാൻ പറ്റും, പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് അത് ഓർക്കാനും ഇല്ല. നിങ്ങൾ കണ്ടിട്ടില്ല? അതെ. നേഷൻ ഫസ്റ്റിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് ഓണം സ്പെഷ്യൽ പരിപാടിയിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ദേശസ്നേഹത്തിന്റെ ശക്തമായ ശബ്ദവും സിനിമാ ലോകത്തിന്റെ ഏറ്റവും നിറസാന്നിധ്യവുമായിട്ടുള്ള മേജർ രവി സാറാണ്. നമസ്കാരം സർ. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം എന്ന് പറയുമ്പോൾ സാറിന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരു കാലഘട്ടം അതെന്താണ്? എൻ്റെ കുട്ടിക്കാലത്തെ ഓണങ്ങൾ. കുട്ടിക്കാലത്തെ ഓണമാണ്. കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിൽ പട്ടാമ്പിക്കടുത്ത് ഞാങ്ങാട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. വലിയൊരു തറവാടും കുറേ കോമ്പൗണ്ട്, ഒരു 5-5.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു കോമ്പൗണ്ട്. അപ്പോൾ അതിനകത്ത് വലിയ വലിയ പഴയ പ്ലാവുകളും മാവുകളും പനയും തെങ്ങും കുളവും എല്ലാം ഉള്ളൊരു കോമ്പൗണ്ടിനകത്താണ് ഞങ്ങളുടെയൊക്കെ ജീവിതം. അപ്പോൾ ഈ ഓണക്കാലത്ത് നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10-15 ദിവസം മുന്നേ തന്നെ മുള വെട്ടി, ഒരാൾ അതിനു വേണ്ടി കാത്തിരിക്കും, നമ്മളും അതിനു വേണ്ടി കാത്തിരിക്കണം. എന്നിട്ട് മുള വെട്ടി അതിനെ ആ മുളയുടെ മുകളിൽ മുഴുവൻ എണ്ണ തേച്ച്, എന്നിട്ട് ആ മുള പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഈ കവുങ്ങിൻ്റെ പാള വെച്ചിട്ട് അതൊരു സിസ്റ്റമാണത്. എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടാക്കുന്നതെന്നുള്ളത് ചോദിച്ചില്ല. പക്ഷേ അതാണ് മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നത്. അത് എന്താ ഒരു സാധനം എന്നുള്ളത്. ഊഞ്ഞാലുണ്ടാക്കാൻ നിങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് കാരണം മുകളിൽ കെട്ടിയൊരു പലകയും വെച്ചിരിക്കുന്നത് ഊഞ്ഞാല്. ഞങ്ങളുടെ കാലത്തുള്ളതെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ മുള ഇങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മുകളിൽ സ്പ്ലിറ്റ് ചെയ്യില്ല, ഇത് സ്പ്ലിറ്റായിട്ട് ഇങ്ങനെ സ്പെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു മരത്തിൻ്റെ കമ്പ്, അത് കറക്റ്റായിട്ട് ആശാരിയെ കൊണ്ട് തുളപ്പിച്ച് ഫിറ്റ് ചെയ്ത് ആണിയടിച്ച് എല്ലാം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ. എന്നിട്ട് പിന്നെ മുകളിൽ അതുപോലെ തന്നെ ഒരു കെട്ടൊക്കെ കെട്ടി ഈ മരത്തിൻ്റെ കൊമ്പിൽ, പ്ലാവിൻ്റെ കൊമ്പത്ത് ആടാനുള്ള സെറ്റപ്പ്. അതൊരു ടെക്നിക്കൽസ് ഊഞ്ഞാലെന്ന് പറയും. സ്ട്രോങ് ആയിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കും. ഞങ്ങൾ ഫുൾ ഓണം മുഴുവൻ ഇത്രയും വീട്ടിലെ കുട്ടികൾ മുഴുവൻ അതിൻ്റെ മുകളിൽ ആടിക്കഴിഞ്ഞാലും മുകളിലത്തെ ആ പാള ഒരിക്കലും തേഞ്ഞു പോവില്ല. ഒരു 3-4 പാള വെച്ചിട്ടായിരിക്കും. അപ്പോൾ കാരണം ഈ ഫ്രിക്ഷൻ കാരണം ഇത് ചിലപ്പോൾ പോകും. പക്ഷേ ഈ പാള എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കവുങ്ങിൻ്റെ മറ്റേ ഓല, അതിൻ്റെ ഒരു ഇല ഇങ്ങനെ നിൽക്കുന്നില്ലേ, അപ്പോൾ അതിൻ്റെ എഡ്ജിൽ കിടക്കുന്നതാണ് ആ പാള എന്ന് പറയുന്നത്. ആ പാള ഇത്രയും ഫൈബറസ് ആണ്. ഇപ്പോഴൊക്കെ എത്ര കുട്ടികൾക്ക് അറിയാം അതിൻ്റെ ഫൈബർ എന്താണെന്നുള്ളത്. അപ്പോൾ അന്നൊക്കെ അവരത് ചെയ്തിരുന്നു. എന്നിട്ട് ആ ഊഞ്ഞാലും അത് ഊഞ്ഞാൽ കെട്ടി അവസാനം കാരിസം ചെക്കെല്ലാം ചെയ്ത് സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ഇങ്ങോട്ട് തരാണ്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് പൂ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പൂവിടും. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ കുട്ടികൾ അവിടെയുള്ള കുന്നിൻ്റെ മുകളിൽ മുഴുവൻ കയറി ഇറങ്ങും. ആ കുന്നുകളും ആ കുന്നിൽ കിട്ടുന്ന ചെറിയ, അല്ലാതെ ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ റോസാപ്പൂ പോലുള്ളതൊന്നുമല്ല, അവിടെ കിട്ടുന്ന തുമ്പപ്പൂവ്, വെളുത്ത പൂവ്, അത് ഓരോന്നോരോന്ന് പറിച്ചെടുത്ത് ഒരു ചെറിയൊരു പാത്രത്തിലാക്കി കൊണ്ടുവരുന്നു. വീട്ടിലുള്ള കൃഷ്ണകിരീടം എന്ന് പറയുന്നൊരു പൂച്ചെടികളുണ്ട്. അതെങ്ങനെ കൃഷ്ണകിരീടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പൂവെന്ന് പറയുന്നത് ചുവന്ന പൂവായിരിക്കും, ഇങ്ങനെ നീണ്ടു നിൽക്കും എല്ലായിടത്തും, ഇങ്ങനെ ബ്രാഞ്ചസ്. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു കിരീടം പോലെ ഇരിക്കും. അപ്പോൾ അതിൽ നിന്ന് പറിക്കുന്ന പൂക്കൾ, വീട്ടിലെ ചെമ്പരത്തി പൂവ്, പിന്നെ വളർത്തുന്ന പൂക്കൾ, അന്ന് ഈ ജമന്തിയൊന്നും നമ്മൾ വളർത്തുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ്, പിന്നെ തുളസിയുടെ ഇല, തുളസിയുടെ പൂ, ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു പൂക്കളം ഉണ്ടാക്കുന്നത്. പക്ഷെ അതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കില്ലേ ഇപ്പോൾ ഉള്ളതിനേക്കാളും? ഇപ്പോൾ ഒരു 3-4 കളർ. അതെ, ആർട്ടിഫിഷ്യലാണ്. അന്ന് നമ്മളൊരു പൂക്കളം ഇട്ട് കഴിഞ്ഞാലും അതിനുകൊണ്ടൊരു സ്മെല്ല്, കാരണം നാച്ചുറൽ ഫീലിംഗ് ഉണ്ട്. ഇന്ന് സ്മെല്ലൊന്നുമില്ല, കാണാൻ കുറേ വലുപ്പത്തിൽ കുറേ എണ്ണം നിങ്ങളുണ്ടാക്കി. പക്ഷെ അന്ന് ആ ചെറിയൊരു സംഭവം അതിൻ്റെ നടുക്കിലെന്ന് പറഞ്ഞാൽ നമ്മൾ മുക്കുറ്റി, മറ്റേ ഇത്
ചീബോതി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ മണ്ണിൻ്റെ ഇങ്ങനെ ഒരു ഒരു സ്തൂപം പോലുള്ളൊരു സാധനം. ഈ ഓണത്തപ്പൻ എന്ന് പറയുന്ന പോലെ. കറക്റ്റ് അതൊക്കെ വെച്ച് പറഞ്ഞാൽ അന്നത്തെ ഓണം എന്ന് പറയുന്ന കഥയാണ്. ഇന്ന് നിങ്ങൾക്ക് ഓണം എന്താണ്? ഇന്ന് നമ്മൾ കാണുന്നു പൂക്കളം മത്സരം, വലിയ പൂക്കളൊക്കെ ഇട്ടു, അത് സിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മാർബിളിൻ്റെ ഫ്ലോറിലുള്ള ഹാളിൽ പൂക്കളം ഇട്ടു ചോക്ക് കൊണ്ട് വരച്ച് ഏതെങ്കിലും എല്ലായിടത്തും ഒരേ കളറൊക്കെ തന്നെയായിരിക്കും ഏകദേശം. അതെ. എന്നിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് പ്രൈസും കൊടുക്കും, അത്രയല്ലേ ഉള്ളൂ. അതെ, അതവിടെ പ്രൈസും കാര്യമൊന്നുമില്ല. ബട്ട് ദെൻ വി ആർ ഓൾ ഇൻവോൾവ്. കുട്ടികൾ മുതൽക്ക് മുത്തശ്ശിമാർ വരയ്ക്ക് ഇൻവോൾവാണ് ആ വീട്ടിനകത്ത് ഒരു ഓണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസം കൂടുമ്പോൾ നമ്മുടെ കോലായയിൽ, കോലായ എന്ന് പറയുന്നത് ഈ വലിയ തറവാടുകളൊക്കെ ഫ്രണ്ടുണ്ട്. അപ്പോൾ കോലായയ്ക്ക് ഇങ്ങനെ ഒരു കഴുക്കോൽ പോലൊരു സാധനമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് വാഴയുടെ നേന്ത്രവാഴയുടെ കൊലകൾ വന്ന് ഇങ്ങനെ തൂങ്ങുന്നതാണ്. ചിലപ്പോൾ നമ്മൾ അറിയില്ല ആരാ കൊണ്ടുവന്ന് തൂക്കിയിരിക്കുന്നത്, നമ്മൾ കളിക്കാൻ പോയിരിക്കും. പക്ഷെ അപ്പോൾ അവരുടെ പണിക്കാർ, നമ്മുടെ വീട്ടിലുള്ള പണിക്കാരും ആളുകളൊക്കെ നമ്മളറിയുന്നവർ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ വീട്ടുകാരെ കൊണ്ട് ഉപകാരമുള്ള ആളുകൾ കാഴ്ചക്കൊല കൊണ്ടുവന്ന് തൂക്കോടെ അതിങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കും. അത് പച്ച കായായിരിക്കും, ഒന്നോ രണ്ടോ പഴുത്തിരിക്കും. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ഈ പഴങ്ങളിങ്ങനെ പഴുത്തുകൊണ്ടിരിക്കും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കൂടും പഴം പഴുത്തു. ആദ്യമൊക്കെ ഭയങ്കര ക്രേസാണ്. പിന്നീട് ഈ ഓണം കഴിയുമ്പോഴത്തേക്കും ഈ കായ മുഴുവൻ പഴുത്ത് കറുത്ത കുത്ത് വരും. പക്ഷെ അതിനകത്തുള്ള പഴം അപ്പോഴും സ്ട്രോങ് ആയിരിക്കും, കാരണം വളമിടാതെ ഉണ്ടാക്കിയിരുന്ന പഴങ്ങളാണ്. ഫ്രഷ് ആയിരിക്കും, നല്ല മധുരമായിരിക്കും. അത് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ പച്ചക്കറികൾ കെട്ടി തൂക്കിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ടുള്ള വേറൊരു ലുക്കാണ്. കുമ്പളങ്ങ, അതുപോലെ തന്നെ വെള്ളരിക്ക, ഇതെല്ലാം ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് എടുത്തിട്ട് കറി ഉണ്ടാക്കുന്നു, പലതും ഉണ്ടാക്കുന്നു. സോ ദാറ്റ് ടൈം ദിസ് ഓണം വാസ് സംതിങ് ഡിഫറെൻറ്റ്. പിന്നെ ഇന്നും അന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിന്നെ ഓണത്തിൻ്റെ തലേ ദിവസം പലപ്പോഴും ഞങ്ങൾ കുട്ടികൾക്ക് ഉറങ്ങാനുള്ള സമയം കിട്ടില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിക്കല്ല. കാരണം അച്ഛൻ വാങ്ങിച്ചു തന്നിരിക്കുന്ന തുണി, അതിൻ്റെ ഷർട്ട് അടുപ്പിച്ച് കിട്ടാൻ ടൈലറുടെ അവിടെ ക്യൂ ആയിരിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ ലാസ്റ്റിലായിരിക്കും കിട്ടത്ത്. അപ്പോൾ അബ്ദുള്ള എന്നായിരുന്നു ഞങ്ങളുടെ ടൈലറിൻ്റെ, ഞങ്ങളുടെയൊക്കെ ഫ്രണ്ടും കൂടെയായിരുന്നു. ഞങ്ങളൊക്കെ സീനിയറാണ്. പേരൊന്നോട് പറയൂ. അബ്ദുള്ള. ഞാൻ അബ്ദുള്ള നായർ എന്ന് കേട്ടു. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുള്ളൊരു ഫ്രണ്ടാണ്. ഒരു സുമുഖനായിട്ടുള്ള, ഇപ്പോഴും ഉണ്ട്, ജീവനോടുണ്ട്. തൊട്ടത്ത് ടി അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ആളിപ്പോൾ വയസ്സായിരിക്കുന്നത്. സോ അങ്ങേരുടെ കടയിൽ പോയിരിക്കും. എന്നിട്ട് ഈ ഷർട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ രാത്രി 3 മണിയൊക്കെ ആയിരിക്കും ഇതും കൊണ്ടുവന്ന്. പിന്നെ അത് പ്രസ് ചെയ്യലൊന്നുമില്ല എന്നത്, ആ ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് പിറ്റേ ദിവസം നമ്മൾ ഇടുന്നതും. സോ ദാറ്റ് ഹാഡ് സം ഒരു ഭയങ്കര രസമുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ഓളമായിരുന്നു ഓണം എന്ന് പറയുമ്പോൾ. ഇന്ന് നിങ്ങൾക്ക് ദാരിദ്ര്യമില്ല, ഓണത്തിൻ്റെ ആവശ്യമില്ല, എല്ലാ ദിവസവും ഓണം പോലെയാണ്. അതെ, എന്നും ഓണമാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓണത്തിനെ കുറിച്ചിട്ട് ഓർക്കാനേ പറ്റൂ. ഇന്നുള്ളതെല്ലാം ആർട്ടിഫിഷ്യലാണ്. അതായത് സാറിനെ പോലുള്ളവർക്ക് ഓർക്കാൻ പറ്റും, പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് അത് ഓർക്കാനും ഇല്ല. നിങ്ങൾ കണ്ടിട്ടില്ല. അതെ. അപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾ പലതും കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ദാരിദ്ര്യം കണ്ടിട്ടുണ്ട്. വലിയ വീടുകളിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും അവിടെയും ഞങ്ങൾ ദാരിദ്ര്യം കണ്ടിട്ടുണ്ട്. കാരണം ദാരിദ്ര്യം ഉള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് മനുഷ്യത്വം എന്നുള്ളത് കണ്ടിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ ഈ ജാതി വ്യവസ്ഥകളെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം മാറിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ജാതി വ്യവസ്ഥയൊന്നുമില്ല, എല്ലാവരും ഈക്വലാണ്. ഇപ്പം ഈ നിങ്ങൾ പറയുന്ന ഇപ്പോൾ ഈ വേടൻ എന്ന് പറയുന്ന പാടി നടക്കുന്നത് അത് വെറുതെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നു നിങ്ങൾക്കൊക്കെ വേടനെ വലിയ കാര്യമായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെ ജാതി വ്യവസ്ഥ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ അത് ചെയ്തേ, എൻ്റെ അച്ഛനെ ഇത് ചെയ്തേ, എനിക്ക് അതില്ലേന്ന്? അതില്ല മോള്. ഈ വേടന്റെ ഒക്കെ തുടക്കത്തില് പാട്ട് മാത്രം ആസ്വദിച്ചിരുന്നവരാണ് നമ്മളിൽ പല ആളുകളും. അദ്ദേഹത്തിന്റെ പാട്ട് നല്ലതായിരുന്നു, റാപ്പാണ് എന്ന് വിചാരിച്ച് നമ്മൾ കേട്ടോണ്ടിരുന്നത്. അതിനകത്തുള്ള രാഷ്ട്രീയം പലരും ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ടാണ് അതിന്റെ ചർച്ചാ വിഷയമാവുന്നത് വന്നത്. അതെ, ഞാൻ ഇതിനെക്കുറിച്ച് എവിടെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, ഒരിക്കലും ഞാനത് ഇന്റർഫിയർ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ ഏതാ കാലം 65കളിൽ, ഞാൻ 65 പറയുമ്പോൾ എനിക്കൊരു 7 വയസ്സ്. ഈ സമയത്തൊക്കെ നമുക്ക് നല്ല സെൻസും ഓർമ്മയുണ്ട്. അപ്പം പടിപ്പുരയുണ്ട്, വീടിൻ്റെ മുമ്പിൽ പടിപ്പുരയുണ്ട്. ഞങ്ങളുടെ ആ റോട്ടിലുള്ള
ഒരു പടിപ്പരയുള്ള വീട് ഞങ്ങളുടെ മാത്രമേ വരുന്നു. അതെ. അപ്പോൾ ആ പടിപ്പരയ്ക്ക് അപ്പുറത്തായിരിക്കും നായാടികൾ വന്നിട്ട് ഒച്ചയിടും. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് കേൾക്കണമെങ്കിൽ അവർ അത്രയും ഉറക്കം വിളിക്കും. അത്ര ഉറക്കത്തിൽ വിളിക്കണം. ബ്രോ ഇങ്ങനെ വിളിയണത് അത് ഭയങ്കര രസമായിട്ടുള്ള വിളിയാണ്. അതിനെ കേൾക്കാം. അപ്പോൾ അവിടുന്ന് അച്ഛമ്മ പറയും, ആ നായടി വന്നിട്ടുണ്ട്, ചാപ്പാട് കൊടുക്ക്. പിന്നെ എന്നിട്ട് ഈ കാരിസൻ ചാപ്പാടുമായിട്ട് പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ ആരെയും കാണില്ല, നമ്മളും കൂടെ പോകും. കുട്ടികളായിട്ടുള്ളത് കുട്ടികളായി പോയി കഴിഞ്ഞാൽ ഒരാളെയും നമ്മൾ കാണില്ല റോഡിൽ. അന്ന് പഞ്ചായത്ത് റോഡായിരുന്നു, ടാറിട്ടില്ല. പക്ഷെ സൈഡിൽ ഒരു കുഴി കുഴിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കഴിക്കാൻ ഭക്ഷണം വെക്കാൻ വേണ്ടി. അവിടെ ഒരു ഇലയും അത് തേക്കിൻ്റെ അല്ലെങ്കിൽ പൊടുവണ്ണിയുടെയും ഇല കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഇമാജിൻ ദ ലൈഫ്. എൻ്റെ കണ്ണറിയുന്നത് എന്താണെന്നറിയോ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ ആളെ കാണില്ല, കാരണം ഈ ആളെ കാണാൻ പാടില്ല എന്നു അയിത്തം എന്നത്. എന്നിട്ട് അവിടെ കൊണ്ട് ഈ ചോറും കറിയും ഇതെല്ലാം കൊണ്ടുവയ്ക്കുന്നു. ഞാൻ ഒരിക്കലും ആ ആളെ കണ്ടിട്ടില്ല, കാരണം കാര്യസ്ഥം പോരുന്നതിൻ്റെ കൂടുതൽ നമ്മളും കൂടി പോരണം. അന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അതില്ല. അപ്പം ഈ സമയത്ത് നമ്മൾ പാട്ട് അത് എൻജോയ് ചെയ്യും, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഈ വിഷം കുത്തി ഇറക്കരുത്. അതെ, അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനാണ് ഈ 10,000-കണക്കിന് ആളുകൾ ചെന്നിരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾ പോലും ചെറുപ്പക്കാർ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഓഫ് ലൈറ്റ് ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഞാൻ കാണുന്നുണ്ട് ആ ഒരു വെറി നിന്നിരിക്കുന്നു ജനങ്ങളെ. കാരണം ചെറുപ്പക്കാരൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരത് കേൾക്കുന്ന സമയത്ത് എന്തിനാണ് ഇപ്പോൾ ഇത് പറയുന്നത്? അനുഭവിക്കുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ വളർന്ന സാഹചര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു സാധനം നമ്മുടെ കൂടെ പോലും കണ്ടു കാണില്ല. ഇല്ലല്ലോ. നമ്മൾ കൂടെ പഠിക്കുന്നവർക്ക് ഞങ്ങളുടെ സമയത്തൊക്കെ അതുപോലെ തന്നെ ഓണത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പോകും. ഓക്കെ, സ്കൂളിൽ പോകുന്ന സമയത്ത് പുതിയ ഷർട്ട് ഓണത്തിന് കിട്ടിയിട്ട് ഷർട്ട് ഇട്ടിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുക. അവിടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ലെവലിലുള്ള ഈ എല്ലാവരും ചിലർക്ക് പുതിയ ഷർട്ട് കാണില്ല. സ്കൂളിൽ പിന്നെ ഈ ഷർട്ട് ഞങ്ങൾ മാറ്റും. ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷർട്ട് മാറ്റി ആ ഷർട്ട് പലരും ഇട്ടുകൊണ്ട് ആണ് 10 ദിവസം കഴിഞ്ഞിട്ട് ഈ ഷർട്ട് നമുക്ക് തിരിച്ചു വരുന്നത്. അപ്പം എന്താ, അതുവരയ്ക്ക് അവൻ്റെ ഷർട്ട് നമ്മുടെ കയ്യിലായി. നമ്മൾ വീട്ടിൽ പോകും, എന്നാൽ വീട്ടിൽ ആരും ഒന്നും പറയൂല ആ ഷർട്ട് എവിടെ പോയി എന്നുള്ളത്. അവർക്കും അറിയാം, അവർ കുട്ടികളെ തമ്മിൽ മാറ്റി ഇട്ടുകൊണ്ട് പോയി. അപ്പോൾ എല്ലാവർക്കും പുതിയ ഷർട്ട് ഇട്ടൊരു ഫീൽ കിട്ടും. ആ കാലത്തിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് റെഡിമെയ്ഡ് ഷർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോയാൽ കിട്ടുന്നു. എവിടെ പോയി കഴിഞ്ഞാലും ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പുതിയതിടുന്നവരാണ് നമ്മളിൽ പലരും. ഓക്കെ, ഇന്നിപ്പം ഒരു ഫംഗ്ഷൻ പോകണമെങ്കിൽ നമ്മൾ ഷർട്ട് മാറ്റി അത് മാറ്റി. പക്ഷെ അന്ന് അങ്ങനൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ കുറേ ആൾക്കാർ മരിച്ചുപോയി. നാളെ ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന സമയത്ത് പഴയ പടങ്ങൾ കാണാറുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പെട്ടെന്ന് നമ്മളും ഷോക്കടിച്ചു. ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ആ ചന്ദ്രലേഖ എന്ന സിനിമയ്ക്കകത്ത് മൂപ്പരെ കൂടെ അഭിനയിച്ച ഒരാളും ജീവനോടെ ഇല്ല എന്ന് പറയുന്ന സമയത്ത്, അപ്പം അതുപോലെ ആ സുഹൃബന്ധം ഞങ്ങൾ ഇന്നും നിലനിർത്തുന്നുണ്ട്. അന്ന് ഇട്ട് ആ ഷർട്ട് ഇങ്ങനെ മാറ്റിയിട്ടിരുന്നിട്ട് പലരും വലിയ വലിയ കാറുകളും പത്രാസുമായിട്ട് നടക്കുന്ന ആളുകളാണ് ഇന്നുള്ളത്. അപ്പം ഞങ്ങൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് പറയും, എടാ അങ്ങനെ ഒരു കാലം നമുക്കുണ്ട്. ശരിയടാ രവി, നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ചോട്ടുള്ളല്ലേ. ഞങ്ങൾക്കിതൊക്കെ അയവർക്കാനും സന്തോഷിക്കാനും ഒരു കാലം. ഞങ്ങളുടെ ഈ ആ ഒരു കാറ്റഗറി അങ്ങ് പോയി കഴിഞ്ഞാണല്ലോ, പിന്നെ നിങ്ങൾ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും പറയാൻ ആരും ഉണ്ടാവില്ല. ചില പുസ്തകങ്ങൾ മാത്രം വായിക്കേണ്ടി വരും, വായിച്ച് അത് ഇമാജിൻ ചെയ്യേണ്ടി. പക്ഷെ ഇമാജിൻ ചെയ്യാനും പറ്റത്തില്ല, കാരണം നമ്മൾ കേട്ട് കേൾക്കുന്നത് പോലെ അത്ര പോലും ആവില്ല. അതാ പറഞ്ഞു, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓണത്തിന് നമ്മൾ ഇപ്പം നാളെ ഓണമാണ്. ഉത്രാടത്തിൻ്റെ തലേ ദിവസം എല്ലാം പണിക്കാരൊക്കെ പണി കഴിഞ്ഞ് പാടത്തുനിന്നൊക്കെ വന്ന് പോകുന്ന സമയത്ത് ഈ നമ്മൾ വീട്ടിലെ അച്ഛമ്മയോ അല്ലെങ്കിൽ അവിടുത്തെ മൂത്ത ആൾ ആരാണെങ്കിലും സ്ത്രീകൾ അവർ വെളിച്ചെണ്ണ കുപ്പി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവരെല്ലാവരും ഈ കയ്യിലാണ് വെളിച്ചെണ്ണ വാങ്ങിക്കുന്നത്. എന്നിട്ട് ഇത് തലയിൽ തേച്ച് പിന്നെ പോയി കുളിച്ച് എന്ന് പറഞ്ഞാൽ അവർ വീട്ടിലെത്തുമ്പോൾ ഈ തലയിൽ എണ്ണ മുഴുവൻ സെറ്റ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലില്ല. ഇന്ന് നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ 1 കിലോ വാങ്ങിക്കാൻ, പക്ഷെ ഇന്ന് 400 രൂപയായി. അത് കാലം വേറെ. പക്ഷെ എന്നാലും നമ്മളത് വാങ്ങിക്കുന്നുണ്ട്. 500 ആണെങ്കിലും എത്രയാണെങ്കിലും നമ്മൾ വാങ്ങിക്കും എന്നുള്ളതാണ്. ആ ഒരു കാലമൊക്കെ ആലോചിച്ച് നോക്കൂ. ഇന്ന് അതൊന്നുമില്ല. അന്ന് മാറുമറയ്ക്കാതെ നടന്നിരുന്ന വയസ്സായിട്ടുള്ള സ്ത്രീകളെ ഞാൻ പാടത്ത് പണിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. വയസ്സായാലും 80 വയസ്സായാലും അവർ പണിയെടുക്കാൻ പാടത്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല കട്ടയായിരിക്കും. ഇന്ന് 80 വയസ്സുള്ളവർക്ക് 80 വയസ്സുള്ളവരില്ല, അതന്നെ കുറവാ, അപൂർവമാണ്. അപ്പോൾ അങ്ങനത്തതാണ് ഞാനൊക്കെ ഓർക്കുന്ന ഓണം എന്ന് പറയുന്നത്. ഇന്നത്തെ ഓണം കൂടുതലും ഡിജിറ്റലൈസ്ഡ് ആയ പോലെയാണ്.
നമുക്കിപ്പോ പൂക്കളം പോലും ചവിട്ടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കാലമാണ് ഇന്നത്തെ. സദ്യ കിട്ടുന്നില്ലേ? അതെ, നിങ്ങൾ സദ്യ ഉണ്ടാക്കുന്നുണ്ട്? അതെ, ഇല്ല. പാക്കറ്റിൽ ഇങ്ങനെ വരുന്നുണ്ട്. വാങ്ങിച്ചുകൊണ്ടുവന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഹോം കഴിക്കുന്നതേ ഡെലിവറി. ഉള്ളൂ. അതെ. നമ്മൾ ഇന്ന് ഓണത്തിന് ആരാണ് കാലത്ത് എഴുന്നേറ്റിട്ട് കുളിച്ച് ഒന്നൊക്കെ ഒരു ചന്ദനക്കുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊട്ടിട്ട് ഇരിക്കുന്ന ആരാണുള്ളത്? ഇന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ 9 മണി 10 മണിയൊക്കെ ഒരു ദിവസമാണ് അവധി കിട്ടുന്നതെന്ന് പറഞ്ഞ അവിടെ കിടക്കുന്ന ആളുകളാണ്. അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ സമയത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വേറെയാണ്. കാരണം നേന്ത്രപ്പഴം പുഴുങ്ങിയത് അത് ഇഷ്ടംപോലെ കുറവ് കെട്ടി തൂക്കിയിട്ടുണ്ടായിരിക്കും. അതെ, പുട്ടായിരിക്കും, അല്ലെങ്കിൽ പപ്പടം ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇന്നിപ്പോൾ എല്ലാം ഒന്ന് തന്നെ. മുട്ട ഓംലേറ്റ് അത് കാലത്ത് ചിലപ്പോൾ അത് യൂസ് ചെയ്യും. എൻ്റെ 2 മുട്ട കൊണ്ടുവന്ന് എന്ന് പറയുന്ന ഓണമുണ്ട് ഇപ്പം. അതെ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഓണമൊക്കെ വെറുതെ ഒക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് ചാപ്പാട് വെച്ച് പോയി, അത്രേ ഉള്ളൂ. പക്ഷേ പല വീടുകളിലും ഇന്നും നമ്മൾ ചാപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അപൂർവമാണ്, വളരെ വളരെ അപൂർവമാണ്. ചുരുക്കമാണ്. ബാക്കി കേട്ടിട്ട് ഇപ്പം പബ്ലിക് അനൗൺസ്മെൻറ്റ് വരാൻ തുടങ്ങുമല്ലോ ഇനിയിപ്പം ഡിജിറ്റൽ. ഇന്നടത്ത് സദ്യ ഇത്ര രൂപ വിത്ത് പായസം 2 പായസം. അതെ, ഇനി വാട്സപ്പിൽ സ്റ്റാറ്റസുകളെല്ലാം അതായിരിക്കും. പിന്നെ എത്ര രൂപ നമ്മളും പോയി ഓർഡർ ചെയ്യും. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവരാണെങ്കിൽ 2-3 വർഷമായിട്ട് അത് തന്നെയാണ് ചെയ്യുന്നത്. ഓണമാകുമ്പോൾ ഓർഡർ ചെയ്യും, ഉണ്ടാക്കുന്ന. പിന്നെ നിങ്ങൾക്ക് ഇതൊരു ടോപ്പിക്ക്. അതെ, ഇപ്പം ചാനലുകളുണ്ട്. അപ്പോൾ പക്ഷെ ഇതിപ്പം സാറ് ആ ഒരു പഴയ കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഞാൻ കേൾക്കുന്നതാണെങ്കിലും അതുപോലെ കേൾക്കുന്ന പ്രേക്ഷകരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം, അത്രയേ ഉള്ളൂ. അതും പക്ഷെ ഒരുപാട് നാൾ നമുക്കിപ്പം സാറ് പറയുന്നത് പോലെ ചിലപ്പോൾ എല്ലാവരും പറയണമെന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലും നമുക്ക് കേൾക്കാൻ കിട്ടാത്തൊരവസ്ഥയാണ്. ഓർമ്മകൾ പറയാനുള്ള ആള് എക്സ്പീരിയൻസ് ഇല്ല. അതെ, നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളൊക്കെ ആ ഒരു ഷർട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും 10-15 ദിവസം കഴിയും. അത്രയും ആൾക്കാർ ഇതിട്ടിട്ടായിരിക്കും പിന്നെ തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ ഓണം ആഘോഷിച്ചിരുന്ന ഒരു വ്യക്തി പിന്നീട് സൈന്യത്തിലേക്ക് പോയ സമയത്ത് അവിടെ എങ്ങനെയായിരുന്നു ഓണത്തിനൊക്കെ? അവിടുത്തെ ഓണം എന്ന് പറയുന്നത് അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. എനിക്കുണ്ടാക്കാനൊന്നും അറിയില്ല. എനിക്കിപ്പോൾ അറിയാം, വല്ല ഓംലേറ്റ് ഉണ്ടാക്കാനോ കഞ്ഞി ഉണ്ടാക്കാനോ ദോശ ഇഡ്ഡലിയൊക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷെ അന്ന് അതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കിച്ചണിലൊന്നും പോകില്ലായിരുന്നു. പക്ഷെ അത് ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ഫാമിലീസ്, പട്ടാളക്കാരുടെ ഫാമിലീസ്, അവർ പ്ലാൻ ചെയ്യും. ഓക്കെ, ഇന്ന് ഇന്ന ആളുടെ വീട്ടിലാണ് ഓണത്തിന് ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മലയാളീസ് മുഴുവൻ നമ്മൾ ആ ആളുടെ വീട്ടിലായിരിക്കും കൂടുന്നത്. അപ്പോൾ അവിടെ അവർ ഒരു മലയാളി ഫീലിങ്ങിൽ അന്ന് നമ്മൾ മുണ്ടൊക്കെ ചുറ്റി പട്ടാള ക്യാമ്പിനകത്ത് നടക്കുന്ന സമയത്ത് ആൾക്കാരെല്ലാം നോക്കും. മുണ്ട് അതെന്താ അതൊരു മുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഓണം അവിടെ. പിന്നെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് അറിയാവുന്ന എല്ലായിടത്തും പറയുന്നത് പോലെ കുട്ടനാടൻ പുഞ്ചയിലെ ഒരു പാട്ട് കാണും അവിടെ. സ്വാഭാവികം. അത് ഇങ്ങനെയൊക്കെയുള്ളൊരു ഓണം, അതൊരു സ്റ്റീരിയോ ടൈപ്പ് ഓണമാണ് അവിടുത്തെ. പക്ഷേ ആ ഒരു ദിവസവും അങ്ങനെ. പിന്നെ പട്ടാളത്തിൻ്റെ ഓണം എന്ന് പറയുമ്പോൾ കള്ളുപിടിക്കുന്നവരാണെങ്കിൽ ഉച്ചയാകുമ്പോഴും ഒരു 2 പെഗ്ഗൊക്കെ അടിച്ച് ആ ഒരു ഓണം അങ്ങനെയുള്ളൊരു മൂടായിരിക്കും. ഇവിടെ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ വീടുകളിലൊന്നും ആ പരിപാടി കാണുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ല, ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. വൈകുന്നേരത്തെ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടായിരിക്കും ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. അതല്ലെങ്കിലും പട്ടാളത്തിൻ്റെ ഓണം ഇതുപോലത്തെ തന്നെയാണ്. ബിക്കോസ് ഇതും അതും മെക്കാനിക്കലായി.